നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മൾട്ടിമീറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ത്രിഫ്റ്റിങ്ങിൻ്റെ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷോർട്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒന്നോ രണ്ടോ വീഡിയോ നമ്മൾ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ പ്രോജക്റ്റാണ്. ഫൺ പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമുക്കറിയാം അനലോഗ് മൾട്ടിമീറ്റർ പല ടൈപ്പ്, പല എക്സ്പെൻസിലുള്ള, പല റേറ്റിലുള്ള മൾട്ടിമീറ്റേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മീറ്റർ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒരു 500 റുപ്പീസിനടുത്ത് ഇതിനൊക്കെ വില വരുന്നുള്ളൂ. ആ ഒരു ബ്രാൻഡിൽ, ഈ പറഞ്ഞ ബ്രാൻഡ് മാത്രമല്ല പല ബ്രാൻഡിൽ ഈ സെയിം സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും. സോ ഇത് സ്പെസിഫിക്കലി XY3600TREB എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ബസറും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ കാണാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബസർ മോഡിലേക്ക് ഇടാം. കണ്ടല്ലോ, ബസറുണ്ട്. പിന്നെ ഇതാ ഇവിടെ കണ്ടിന്യൂറ്റി എന്നൊരു മോഡുകളുണ്ട്. അതിലിട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ കണ്ടിന്യൂറ്റിയാണ് കാണിക്കുക. ഇത് 0 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഈ വയറിന്, ഈ പ്രോബിന് ഒരു 2 ohms അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഈ 2 to 3 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഓഡിയബിളും ഇത് വിഷ്വലും ആയിരുന്നു വരേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല മൾട്ടിമീറ്ററിനൊക്കെ മുകളിലായിട്ട് ഇവിടെയായിട്ട് ഒരു റെഡ് കളർ LED ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ സ്ക്രീനിലിടാം. അതെല്ലാം തന്നെ മോൾ ഭാഗത്തായിട്ടൊരു റെഡ് കളർ LED. ഈ സ്പെസിഫിക് മോഡലിലാണെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടായിരിക്കും LED വരിക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ അതിനുള്ള ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാനിതിൻ്റെ ഡയറക്റ്റ് ഷീറ്റ് കാണിച്ചു തരാം. ഡയറക്റ്റ് ഷീറ്റ് അല്ല, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയധികം ഓപ്ഷൻസ് ഈ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അനലോഗ് മീറ്ററിനുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇരിക്കുന്നത് TREB. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന മൾട്ടിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, LED ഇൻഡിക്കേറ്റർ ഇല്ല, പക്ഷേ ബസറുണ്ട്. ഇത് നമുക്ക് വലിയ സിഗ്നിഫിക്കൻ്റ് ഒന്നുമല്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ കണ്ടിന്യൂറ്റിയിൽ ഒരു റെഡ് LED പിടിപ്പിക്കാൻ പോവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, TREBക്ക് ഇത് LED ഇല്ല, പക്ഷേ ഈ BLന് LED ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ബസർ പ്ലസ് LED, അതായിരിക്കും BL എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് ബസറും കിട്ടും, LEDയും കിട്ടും. ഇത് നമുക്കിപ്പോൾ അത്യാവശ്യം ആവശ്യമില്ല, 100 ohmsൻ്റെ റേഞ്ച് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു LED നമുക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഒരു ഇച്ചിരി അതിനകത്ത് ഇല്ലല്ലോ നിലവിൽ. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാ മോഡലിൻ്റെയും PCB ഒന്ന് തന്നെയാണ്. അതിലെ കുറച്ച് സാധനങ്ങൾ DNP DNL ഒക്കെ ആക്കും, കുറച്ച് മൗണ്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പല വേർഷൻസ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഈ TREBയുടെ PCBയിൽ TREBL ആക്കി മാറ്റാൻ വേണ്ടുന്ന സാധനങ്ങൾ ബിൽറ്റിനായിട്ടുണ്ട്. അതിനുള്ള എക്സ്റ്റേണൽ സാധനങ്ങൾ കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു മോഡിഫിക്കേഷൻ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇനി ഇത് എന്തിന് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്, നമുക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാനില്ല, ഇതിൻ്റെ ആക്യുറസി ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കിത് തുറന്നിട്ട് ഇതിനെപ്പറ്റി അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത് കണ്ടോ, ഈ ഹോള് ഇതാ LED പിടിപ്പിക്കാൻ വേണ്ടി കമ്പനി കൊടുത്തിരുന്ന ഹോളാണ്. പക്ഷേ നിലവിൽ ഇതിൻ്റെ ഈ പാനൽ ഹോളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹോൾ അടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പോസിബിലിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിനുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ടാവും തോന്നുന്നു ഈ ഹോളിന്. ഇത് വളരെ എളുപ്പമാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ. പക്ഷേ ഇവിടുന്ന് ലൈറ്റ് കൊടുത്ത് ഈ മൂവ്മെൻറ്റിനൊക്കെ ബാധിക്കാത്ത രീതിയിൽ വേണം അത് വെക്കാനായിട്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത്. നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ വെക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂ ഇത് ഇത്രയും സെൻറ്റർ റെഡായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇവിടെ ഹോൾ അടിച്ചിട്ട് നമുക്ക് 3 mm LED വയ്ക്കുക എന്നുള്ളതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ എടുക്കേണ്ട കണക്ഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PCBയുടെ ഇത് വളരെ കെയർഫുൾ. ഇത് ഈ 3 ലോക്കാണ്, 1 2 3. ഈ 3 ലോക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ PCB നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. സോ നമുക്ക് ഈ PCB ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് സോൾഡർ കണക്ഷൻ കൊടുത്ത് നമുക്ക് LEDക്കുള്ള വയറിംഗ് എടുത്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 2 പോയിൻറ്റിൽ ഞാൻ വയർ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം
ആദ്യത്തെ ഈ കാണുന്നതാണ് കളർ കോമ്പിനേഷൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു പോസിറ്റീവ് നെഗറ്റീവിനോട് ഉള്ളൊരു കളർ കോഡ്. നിങ്ങൾക്ക് ഏത് കളർ കോഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ കണക്ഷൻ കൊടുത്തിരുന്നത് പോയിൻ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ആ പോയിൻ്റാണ് ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ച് ക്ലോസ് ചെയ്യാം. നമ്മുടെ മെയിൻ വർക്ക് കഴിഞ്ഞു, നമുക്കിത് തിരിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ PCB നമ്മൾ തിരിച്ച് മൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഇതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ PCB ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് വളരെ തിന്നായിട്ടുള്ള PCB ആണ്. അപ്പം നമ്മൾ ഇതാണ് LED-യുടെ പോസിറ്റീവ് നെഗറ്റീവ് ഞാനിത് നേരിട്ടൊന്ന് പിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കാലം കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പം കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അറിയണമല്ലോ, എന്നിട്ടാണല്ലോ ഇത് സോൾവ് ചെയ്തിട്ട് കാര്യമുള്ളൂ. LED എങ്ങനെ വെക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ നോക്കാം. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 5mm LED ആണ്. 3mm റെഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്കൊരു സാധനം കിട്ടാറില്ലല്ലോ സാധാരണ. അപ്പോൾ ജസ്റ്റ് ഞാൻ തൽക്കാലം പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ റെഡ് തന്നെ 5mm വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നും ഷോർട്ടാവരുത്. ബാറ്ററി ഇടണം. നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ബാറ്ററി ഇട്ടു. നമുക്ക് ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, സംഗതി അടിപൊളി. വർക്കിംഗ് ആണ്. ഞാൻ LED മുകളിലോട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, കണ്ടിന്യൂറ്റി ഇടുമ്പം LED അടിപൊളിയായിട്ട് തെളിയുന്നുണ്ട്. ഇനി ഇത് എവിടെ പിടിപ്പിക്കും എന്നുള്ളൊരു കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എവിടെ ഇത് സെറ്റ് ചെയ്യും അതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഈ സൈഡിലേക്ക് ഞാൻ പിടിപ്പിച്ചു കേട്ടോ. കാരണം 3mm LED രാത്രി പോയി വാങ്ങാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ രാത്രി ഏകദേശം 10-11 മണി കഴിഞ്ഞു. ഇപ്പോൾ പോയി വാങ്ങാൻ കഴിയില്ലാത്തതുകൊണ്ട്, എൻ്റെ കയ്യിലുള്ളത് ഇതായതുകൊണ്ട് മറ്റത് കാണാനില്ലാത്തത് കൊണ്ടും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഒട്ടങ്ങ് പിടിപ്പിച്ച്. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് പിടിപ്പിച്ചു. അപ്പോൾ ഇത് തെളിയുന്ന എങ്ങനെയാണ് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഞാനൊന്ന് ക്ലോസ് ചെയ്യാണ്. തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്ത് സ്ക്രൂ ഇടുന്നില്ല. ഞാൻ നിങ്ങൾക്കത് ഡെമോ കാണിക്കാൻ വേണ്ടി അതൊന്ന് സ്ക്രൂ ഇടുന്നില്ല. അപ്പം കണ്ടോ, തെളിയുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് തന്നെ തെളിയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ റിംഗ് ലൈറ്റും മറ്റേ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അത്രയും ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് തോന്നില്ലേ പോലും അത്യാവശ്യം നല്ല ബ്രൈറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് തന്നെയാണ്. നമുക്ക് നല്ലൊരു മോഡിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് എന്താ പറയുക, ഇങ്ങനൊരു ഫീച്ചർ ഇതിനകത്ത് ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഈ ഒരു മോഡിഫിക്കേഷൻ ശേഷം നമുക്ക് ഒരു LED കൂടി ഇതിനകത്ത് കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ്. സംഗതി വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള അനലോഗ് മീറ്ററിൽ ഇങ്ങനൊരു LED ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണിച്ച മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് LED സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇതിനുള്ളിൽ വെക്കാണ്ടിരുന്നതിൻ്റെ മെയിൻ റീസൺ ഈ പറഞ്ഞത് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് വെക്കാണ്ടിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനുള്ളിലേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം 3mm LED യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിനുള്ളിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഈ മൂവ്മെൻറ്റിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ഹോട്ട് ഗ്ലൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് അകത്ത് മുഴുവൻ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കഴിഞ്ഞ് നിൽക്കും. സോ എന്തായാലും നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.